ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ ഓയിൽ കത്തണ കംപ്ലൈന്റ് ആയിട്ട് സിലിണ്ടർ കിറ്റ് മാറാൻ വന്നിരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിലിണ്ടർ കിറ്റ്, അതേപോലെ തന്നെ ഹെഡിന്റെ വാൽവ് ഗൈഡ് എന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് അസംബ്ലി അടക്കം നമ്മൾ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ സിലിണ്ടർ കിറ്റ് മാറ്റിയിട്ടുണ്ട്, സിലിണ്ടർ പിസ്റ്റൺ അടക്കം മാറ്റിയിട്ടാണ്, വാൽവിന്റെ ഗൈഡ്, അതേപോലെ ക്യാം ഷാഫ്റ്റിന്റെ ബെയറിംഗ് അടക്കം മൊത്തം മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ 1 വർഷത്തെ വാറണ്ടിയിൽ ചെയ്തതാണ് വർക്കാണ്. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, നമുക്ക് വാറണ്ടി പീരീഡിൽ 3 സർവീസാണ് നമുക്ക് വരാം. അതായത് 4 മാസം കൂടുമ്പോൾ ഓരോ സർവീസ് വരും. ജനറൽ ആയിട്ടുള്ള സർവീസാണ്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് എഞ്ചിൻ പെർഫോമൻസ്, എന്തെങ്കിലും സൗണ്ട് വ്യത്യാസങ്ങളോ ഓയിൽ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കേസ് നോക്കണം. ട്യൂണിങ്, എഞ്ചിൻ ഫയറിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനറലായിട്ട് സർവീസ് ചെയ്യാൻ. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അത്യാവശ്യം ചെയിൻ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പൊ അത് പെയ്ഡ് സർവീസാണ്, നമ്മൾ പൈസ അടച്ച് തന്നെ ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 3 സർവീസ് കറക്റ്റ് ആയിട്ടാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി ക്ലെയിം വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനകത്ത് 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ ആണ് നമ്മൾ വാറണ്ടി കാലാവധിയായിട്ട് പറയുന്നത്. നിലവിലെ മീറ്ററിനകത്ത് നോക്കുമ്പോൾ 37,076 ഇതിനകത്ത് കാണിച്ചാണ് കിലോമീറ്റർ. അപ്പൊ അതും പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ ഓരോ 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. എഞ്ചിൻ ഓയിൽ 3000 കിലോമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ മാറണം. പീരിയോഡിക് സർവീസ് വരുന്നത് കറക്റ്റ് 4 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി ക്ലെയിം വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ എഞ്ചിൻ ഹെഡ് മാറാനുണ്ടായ കാരണം കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാൽവ് ഗൈഡിന്റെ കംപ്ലൈന്റ് ആണ്. ഗൈഡ് കൃത്യമായിട്ട് അതിനകത്ത് പിടിച്ചിരിക്കാത്തതാണ് എൻ്റെ കംപ്ലൈന്റ്. അപ്പൊ അത് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ചെറിയൊരു കളർ വേരിയേഷനൊക്കെ വന്നത് പഴയതെടുത്ത് ചെയ്തത് കൊണ്ടാണ്. പുതിയത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് ഇടണം. അതേപോലെ വരാൻ താമസമുണ്ട്, റേറ്റിന്റെ കേസ്, ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് കറക്റ്റ് പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മളിത് ഒരെണ്ണം അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞ ആ രീതിയിൽ ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ അതിന്റെ മാറ്റിയേക്കണ പാർട്സുകൾ നിലവിൽ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് ഈ ഹെഡ് അസംബ്ലി മാറ്റിയിട്ടുണ്ട്, അതിന്റെ വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ്. പിന്നെ ഈ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റി പുതിയത് ഇട്ടേക്കണേ. എഞ്ചിന്റെ ഉള്ളിൽ തന്നെ ചെയിനാണത്, ക്യാം ചെയിൻ എന്ന് പറയും. ആ ക്യാം ചെയിൻ മാറ്റിയിട്ടുണ്ട്. കാർബറേറ്ററിനകത്ത് വരുന്ന വാക്യൂം പിസ്റ്റൺ എന്ന് പറയുന്ന ഈ യൂണിറ്റ് ഉണ്ട്, വാക്യൂം പിസ്റ്റൺ. അതേപോലെ തന്നെ അതിന്റെ സ്ലോ ജെറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു ബ്രീത്തർ പൈപ്പ് സൈഡിൽ വന്നിട്ടുണ്ട്. 2 വാൽവ് നമ്മൾ മാറ്റിയേക്കണതാണ്. ഇത് 2 പുതിയ വാൽവാണ് ഇട്ടേക്കുന്നത്. പിന്നെ ക്യാം ഷാഫ്റ്റിന്റെ സൈഡിൽ വരുന്ന 2 ബെയറിംഗ് സെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലേറ്റി ചെയ്താണ് അവർക്ക് കണ്ടോ. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ സിലിണ്ടർ കിറ്റ്, സിലിണ്ടർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാം ചെയിൻ്റെ ടെൻഷനർ നമ്മൾ ഈ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ്, ഈ റബ്ബർ ഗ്യാസ്കറ്റ്, പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ട്. പിന്നെ പിസ്റ്റൺ അസംബ്ലി, ഇത്ര ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട് മാറ്റിയത്. അതിനകത്ത് വാക്യൂം പിസ്റ്റൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഈ വാക്യൂം പിസ്റ്റൻ്റെ തേയ്മാനം വരാന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ഈ കാർബറേറ്റർ അസംബ്ലിയുടെ ഉള്ളിലും തേയ്മാനം വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, കാർബറേറ്റർ നമുക്ക് പ്രത്യേകിച്ച് ഒരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിന്റെ ഉപയോഗം മൂലം വണ്ടിക്ക് കാർബറേറ്ററുകൾ ഒട്ടുമിക്ക വണ്ടിയുടെയും കംപ്ലൈന്റ് ആണ്. അപ്പൊ വാക്യൂം പിസ്റ്റൺ തേയ്മാനം കൂട്ടത്തിൽ കൂടെ വന്നേക്കണോണ്ട് തന്നെ അതിന്റെ കാർബറേറ്റർ ബോട്ടത്തിനും തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഗ്യാരണ്ടിയുടെ കേസ് വാറണ്ടിയുടെ കേസ് പറഞ്ഞതില് കാർബറേറ്ററിന് കംപ്ലൈന്റ് വന്നാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കംപ്ലൈൻറ്റ്സ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ കംപ്ലൈൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അത് നമ്മുടെ വാറണ്ടിയിൽ കവർ ചെയ്യുന്ന ഭാഗമല്ല കേട്ടോ. അപ്പൊ ബില്ല് കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഹെഡിന്റെ അതൊക്കെ ലെയ്ത്ത് വർക്ക് ചെയ്യണം. അപ്പൊ ലെയ്ത്ത് വർക്കിന്റെ ബില്ലടക്കം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. അതിന്റെ ഒരു കോപ്പി നമ്മളിവിടെ സൂക്ഷിക്കും, ഡിജിറ്റൽ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഈ പറയുന്ന രീതികളെ കറക്റ്റായിട്ട് സർവീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി ക്ലെയിം വന്നാലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ മെയിനായിട്ട് പറഞ്ഞാൽ ഈ വർക്കാണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഒന്ന് വെൽഡ് ചെയ്ത് ഒന്ന് ബലപ്പെടുത്തുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് പറഞ്ഞേക്കണേ, വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ സൈലൻസറിന്റെ ഉള്ളിൽ ആദ്യം കത്തിയ ഓയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കത്തി അതിന്റെ കാത്തലിക് കൺവേർട്ടറിന്റെ ഉള്ളിൽ ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് കത്തി തീരുന്നത് വരെ വണ്ടിയിൽ നിന്ന് പുകയുടെ പ്രസൻസ് കാണിക്കും. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുക ഉണ്ടാവില്ല. സൈലൻസർ ചൂട് പിടിക്കുന്നതിന്റെ അനുസരിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുക പുറത്തേക്ക് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എഞ്ചിനിൽ നിന്ന് വന്ന ഓയിലല്ല, എഞ്ചിനിൽ നിന്ന് വന്ന പുകയല്ല. അത് മെയിനായിട്ട് സൈലൻസറിന്റെ ഉള്ളിൽ വന്നേക്കുന്ന ഡെപ്പോസിറ്റ് ഓയിൽ കത്തി പോണതാണ്. അത് കത്തി തീരുന്നത് എത്ര നാൾ കൊണ്ടാണോ അതുവരെ ആ പുകയുടെ പ്രശ്നം കാണിക്കും. അതിന്റെ ഡെപ്പോസിറ്റിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും എത്ര നാള് അത് ഉണ്ടാവും എന്നുള്ളത് പറയാനായിട്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അതിന് കണ്ടിട്ട് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ഉള്ളിലുള്ള കേസാണ്. ബാക്കിയത്തെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുതിയ സിലിണ്ടർ പിസ്റ്റണൊക്കെ ആയതുകൊണ്ട് ഒന്ന് ലിമിറ്റ് ചെയ്ത്, വലിയ സ്പീഡ് എടുക്കാണ്ട് ഒന്ന് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ.
ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വാറണ്ടിയുടെ പോളിസീസ് കൃത്യമായിട്ട് പാലിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി ക്ലെയിം വന്നാലായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ദിവസം നമുക്ക് ഈ വീഡിയോ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നീടുള്ള കൺഫ്യൂഷൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി ബില്ലാക്കി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.